ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഡ്രഗ് ഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രഗ് സ്റ്റോഴ്സിനെ കുറിച്ചാണ്. ഡ്രഗ് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഡ്രഗ് സ്റ്റോറിന്റെ ലേ ഔട്ട് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേ ഔട്ട് ഡിസൈൻ. ഒരു ഡ്രഗ് സ്റ്റോർ തുടങ്ങുമ്പോൾ നമുക്ക് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പർച്ചേസിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയറിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, സപ്ലയേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ടോട്ടൽ എമൗണ്ട് പേ ചെയ്താണോ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, ഡ്രഗ്സ് വാങ്ങുന്നത്, അതോ ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണോ, എങ്ങനെയാണ് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത്, എത്ര ടൈപ്പ് ടെൻഡേഴ്സ് ഉണ്ട്, എന്താണ് കോൺട്രാക്ട്, ഈ വാങ്ങിച്ച ഡ്രഗ്സ് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഡ്രഗ്സ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡ്രഗ് സ്റ്റോറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക, ഇനി ഈ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഡ്രഗ് ഹൗസ് മാനേജ്മെന്റിനകത്ത് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഡ്രഗ് സ്റ്റോഴ്സിനെ കുറിച്ചാണ്. ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഡി ഫാം അഥവാ ഡിപ്ലോമ ഇൻ ഫാർമസി, ബി ഫാം അഥവാ ബാച്ചിലർ ഓഫ് ഫാർമസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിന്ന് ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡ്രഗ് സ്റ്റോർ റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ അർബൻ ഏരിയയിലോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അർബൻ ഏരിയ ആണെങ്കിൽ ഒരു ഹെവി പ്രീമിയം തന്നെ ആ ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ട് വരും. ഇനി ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻവെന്ററീസ് പർച്ചേസ് ചെയ്യുന്ന പർപ്പസിനായിട്ട് നാഷണലൈസ്ഡ് ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും എല്ലാം തന്നെ സോഫ്റ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രഗ് സ്റ്റോർ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ കൂടെ ലോൺ എടുത്തും മറ്റും നമുക്ക് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റൂറൽ ഏരിയാസിലാണ് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മെയിൻ മാർക്കറ്റിന് സമീപത്തായിട്ടോ മെയിൻ മാർക്കറ്റിന് സമീപത്തായോ അല്ലെങ്കിൽ ഫിസീഷ്യൻസിന്റെ ക്ലിനിക്സിനടുത്തായോ ഒക്കെ ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതാണ് നല്ലത്. പെട്രോൾ പമ്പിനടുത്തായിട്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, ബസ് സ്റ്റാൻഡില്, ഇത്തരത്തിലുള്ള ലൊക്കേഷൻസും ഐഡിയൽ പ്ലേസ് ആണ്. ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഐഡിയൽ ലൊക്കേഷൻ ആണ് ഇത്തരത്തിലുള്ള ഇടങ്ങളും. അർബൻ സിറ്റീസിലാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി പ്രീമിയം നമുക്ക് മുടക്കേണ്ടതായിട്ട് വരും. ഇനി ഡ്രഗ് സ്റ്റോർ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ഒരു ഐഡിയൽ പ്ലേസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടായിരിക്കണം. ആദ്യം തന്നെ നമ്മൾ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് നോക്കണം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അർബൻ ഏരിയയിൽ ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അർബൻ ഏരിയയിൽ, ഡെവലപ്ഡ് ഏരിയയിലാണ് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അതേസമയം ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ വില്ലേജിലോ സ്മോൾ ടൗണിലോ അല്ലെങ്കിൽ ന്യൂലി ഡെവലപ്പിംഗ് ഏരിയാസോ ഒക്കെ നിങ്ങൾക്ക് ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതിനായിട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. നമ്മളൊരു ബിസിനസ് ലൊക്കാലിറ്റിയിലാണ് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഡ്രഗ് സ്റ്റോറിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഒരു ഗുഡ് ലുക്ക് ഒക്കെ നമ്മുടെ ആ ഒരു ഡ്രഗ് സ്റ്റോറിനുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡ്രഗ് സ്റ്റോർ ഉള്ളത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ലൊക്കാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. തിക്ലി പോപ്പുലേറ്റഡ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ അത് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഐഡിയൽ ലൊക്കേഷൻ ആണ്.
ഡെവലപ്പിംഗ് ഏരിയാസിലാണ് നിങ്ങൾ ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ഡെവലപ്പിംഗ് ഏരിയാസിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. സോ അത് നിങ്ങൾക്കൊരു ഐഡിയൽ ലൊക്കേഷൻ തന്നെയാണ്. ഹോസ്പിറ്റൽസിനടുത്ത് അല്ലെങ്കിൽ ഫിസിഷ്യന്റെ ക്ലിനിക്സിനടുത്ത്, നഴ്സിംഗ് ഹോമിനടുത്ത് ഒക്കെ ഡ്രഗ് സ്റ്റോർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നതും പാർക്കിംഗ്, അത് രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. പാർക്കിംഗ് കൂടുതലുള്ള ഇടങ്ങളിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുമ്പം വൺ വേ ട്രാഫിക്കിങ്ങില് അല്ലെങ്കിൽ റോഡ് സർക്കിൾസിന് അടുത്തായിട്ട്, ട്രാഫിക് സിഗ്നൽസിന് അടുത്തായിട്ടൊക്കെ ഡ്രഗ് സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് ട്രാഫിക് സിഗ്നൽസിനടുത്തൊക്കെ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടങ്ങളിൽ ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കോമ്പറ്റീറ്റേഴ്സ് അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹോട്ടൽസിനടുത്ത്, സ്കൂളിനകത്ത്, സിനിമാ ഹാളിനടുത്ത്, പ്ലേ ഗ്രൗണ്ടിനടുത്തൊക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഡ്രഗ് സ്റ്റോറിനായിട്ടുള്ള സൈറ്റ് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇനി അക്വിസിഷൻ ഓഫ് പ്രിമൈസസ് ഫോർ എ ഡ്രഗ് സ്റ്റോർ. നമ്മളൊരു ഡ്രഗ് സ്റ്റോർ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. ഈ ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രിമൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ പ്രിമൈസസ് ഒന്നുകിൽ നമുക്കത് റെന്റിനോ ലീസിനോ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് പേ ചെയ്ത് നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ റെന്റിനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ ഓണറുമായിട്ട് കൃത്യമായൊരു ലീഗൽ റിട്ടൺ എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എന്ത് പർപ്പസിനാണ് നിങ്ങൾ ഈ ഒരു ഷോപ്പ് റെന്റിന് എടുക്കുന്നത്, അവിടെ എന്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര കാലയളവിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിന്റെ ഓണറെ ധരിപ്പിച്ച ശേഷം അത് റിട്ടൺ ആയി ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയി പ്രിപ്പയർ ചെയ്തതിനു ശേഷം വേണം ഡ്രഗ് സ്റ്റോർ പ്രവർത്തനം തുടങ്ങാനായിട്ട്. നെക്സ്റ്റ്, ലേ ഔട്ട് ഓഫ് ഡ്രഗ് സ്റ്റോർ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡ്രഗ് സ്റ്റോറിന്റെ ഒരു ലേ ഔട്ട് ഡിസൈൻ കാണാവുന്നതാണ്. ഒരു ഡ്രഗ് സ്റ്റോറിന്റെ സക്സസ് എന്ന് പറയുന്നത് അതിന്റെ ലേ ഔട്ട് ഡിസൈനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന 3 കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഡ്രഗ് സ്റ്റോറിന്റെ സക്സസ് ഇരിക്കുന്നത്. ഒന്നാമത്തേത് അതിന്റെ ലൊക്കേഷൻ, രണ്ടാമത്തേത് അതിന്റെ പ്രോപ്പർ ലേ ഔട്ട് ഡിസൈൻ, പ്രൊഫഷണൽ മാനേജ്മെന്റ്, സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ലൊക്കേഷൻ, പ്രോപ്പർ ലേ ഔട്ട് ഡിസൈൻ, പ്രൊഫഷണൽ മാനേജ്മെന്റ്, സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു ഡ്രഗ് സ്റ്റോറിന്റെ സക്സസ് ഇരിക്കുന്നത്. നമുക്കിനി ലേ ഔട്ട് ഡിസൈനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു ഡ്രഗ് സ്റ്റോർ ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ഡ്രഗ് സ്റ്റോറിന്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ആ ഡ്രഗ് സ്റ്റോറിന്റെ സെയില് ഇൻക്രീസ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ലേ ഔട്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ജനറൽ അപ്പിയറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ലേ ഔട്ട് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിൽഫറേജും തെഫ്റ്റും ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് CCTV സർവൈലൻസ് പോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഓഫീസിനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ, നമ്മുടെ എംപ്ലോയീസിന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഡ്രഗ് സ്റ്റോറിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഡ്രഗ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എംപ്ലോയീസിന് ഒരു റെസ്റ്റിംഗ് സ്പേസും കൊടുക്കണം. ഇൻകമിംഗ് ഗുഡ്സ് നമ്മുടെ ഡ്രഗ് സ്റ്റോറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനായിട്ട് ഒരു പ്രോപ്പർ എൻട്രൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോറിന്റെ സ്പേസ്, അവൈലബിൾ സ്പേസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡ്രഗ്സിന്റെ പൊട്ടൻസി നഷ്ടപ്പെടാതെ, അത് ഡാമേജ് ആവാതെ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ ഡ്രഗ് സ്റ്റോറിന്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഡ്രഗ് സ്റ്റോറിന്റെ ലേ ഔട്ട് ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ജനറലി ഡ്രഗ് സ്റ്റോർ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക. സിമെന്റ് കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും ഈ ഡ്രഗ് സ്റ്റോറിന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ മൊസൈക് ടൈൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ ഡ്രഗ് സ്റ്റോറിനകത്തുള്ള ഇന്റേണൽ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റാക്സ് ഉണ്ടായിരിക്കും, സ്റ്റോറേജ് കബോർഡ്സ് ഉണ്ടായിരിക്കും,
ഈ സ്റ്റോറേജ് കബോർഡ്സ് എന്ന് പറയുമ്പോൾ അതിന് ഗ്ലാസ് ഡോർസ് ആയിരിക്കും ഉണ്ടാവുക. ആ സ്റ്റോറേജ് കബോർഡ്സിനകത്ത് ഡ്രോവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സ്ട്രിപ്സും മറ്റും കീപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കും. ഷെൽഫ്സ് ഉണ്ടായിരിക്കും. റെഫ്രിജറേറ്റർ വെക്കുന്നതിനായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലേസ് നമ്മുടെ ഡ്രഗ് സ്റ്റോറിനകത്ത് ഉണ്ടായിരിക്കും. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 പറയുന്ന ഷെഡ്യൂൾ എന്നിലുള്ള എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഡ്രഗ് സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പൊ ഡ്രഗ് സ്റ്റോറിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 ഷെഡ്യൂൾ എന്നിൽ പറയുന്ന മിനിമം റിക്വയർമെന്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഡ്രഗ് സ്റ്റോറിനകത്ത് എംപ്ലോയീസിന്റെ പ്രൈവറ്റ് യൂസിന് ആവശ്യമായിട്ടുള്ള ഒരു സെപ്പറേറ്റഡ് സ്പേസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ് സ്റ്റോറിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലേസ്ഡ് ടൈൽസ്, മാർബിൾസ് ഒക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പർപ്പസിനായിട്ട് എടുക്കാവുന്നതാണ്. ഡ്രഗ് സ്റ്റോറിനകത്ത് അഡിക്വേറ്റ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ ഡ്രഗ് സ്റ്റോറിന്റെ പേര് കാണുന്ന ഭാഗത്ത് നിയോൺ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലൈറ്റിംഗ്, അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫ്ലൂറസെന്റ് ലൈറ്റും നിയോൺ ലൈറ്റിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രഗ് സ്റ്റോർ ലേഔട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ഡ്രഗ് സ്റ്റോർ ആണ്. ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഡിഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിനാണ് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നത്. ഇനി ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിലുള്ള അയാളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ വിത്ത് 4 year എക്സ്പീരിയൻസ് ഇൻ എ കെമിസ്റ്റ് ഷോപ്പ്. ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന് ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത ഒരാളാണെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് 4 year എക്സ്പീരിയൻസ് ഇൻ എ കെമിസ്റ്റ് ഷോപ്പ്, അതായത് ഒരു കെമിസ്റ്റ് ഷോപ്പില് ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നിടത്തുള്ള 4 വർഷത്തെ പ്രവൃത്തി പരിചയം പ്ലസ് മെട്രിക്കുലേഷൻ, അതാണ് ഒരു ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതിനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്ത ഒരാൾക്ക് ഡ്രഗ് സ്റ്റോർ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ബേസിസിൽ അയാൾ ഒരു ഫാർമസിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള മിനിമം സ്പേസിനെ കുറിച്ചാണ്, മിനിമം സ്പേസ് റിക്വയർമെന്റിനെ കുറിച്ചാണ്. ഒരു റീറ്റെയിൽ ഡ്രഗ് സ്റ്റോർ ആണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനാവശ്യമായ മിനിമം ഡിസൈറബിൾ സ്പേസ് എന്ന് പറയുന്നത് 10 സ്ക്വയർ മീറ്റർ ഏരിയ ആണ്. ഒരു റീറ്റെയിൽ ഡ്രഗ് സ്റ്റോർ ആണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ അതിനാവശ്യമായ ഡിസൈറബിൾ ഏരിയ എന്ന് പറയുന്നത് 10 സ്ക്വയർ മീറ്റർ ആണ്. അതേസമയം ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ ആണ് തുടങ്ങുന്നത് എങ്കിൽ അതിനാവശ്യമായ മിനിമം ഡിസൈറബിൾ ഏരിയ എന്ന് പറയുന്നത് 10 സ്ക്വയർ മീറ്റർ തന്നെയാണ്. ഇനി ഈ റീറ്റെയിൽ ഡ്രഗ് സ്റ്റോറും ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോറും കമ്പൈൻ ചെയ്താണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ അതിന് 15 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റോർ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചാണ്. ഡ്രഗ് സ്റ്റോറിനകത്ത് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള പ്രോപ്പർ റാക്സും ഷെൽഫ്സും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ആന്റിബയോട്ടിക്സും വൈറ്റമിൻസും വാക്സിൻസും എൻസൈമാറ്റിക് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ റെഫ്രിജറേറ്റർ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മളൊരു ഡ്രഗ് സ്റ്റോർ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ റീറ്റെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങിക്കോളൂ, ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങിക്കോളൂ. റീറ്റെയിൽ ആണെങ്കിലും ഹോൾസെയിൽ ആണെങ്കിലും അവിടെ ഡ്രഗ്സ് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണം. ആ ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ റീറ്റെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങണം എന്നുണ്ടെങ്കിലും ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങണം എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം 19 ആണ്.
അപ്പൊ ഈ ഫോം 19 ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഷെഡ്യൂൾ C1X ഒഴികെയുള്ള ഡ്രഗ്സിനും അതുപോലെ ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സിനുമാണ്. ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോം 19 യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ഫോം 19 നിങ്ങൾക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്തു, ആ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. ഡീറ്റെയിൽ ആയിട്ട് തൊട്ടടുത്ത സ്ലൈഡിൽ പറയും. ഇനി ഷെഡ്യൂൾ എക്സ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സിന്റെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിലിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 19C ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇനി റെസ്ട്രിക്റ്റഡ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോം 19A അപ്ലൈ ചെയ്യേണ്ടത്. ഹോൾസെയിൽ വിത്ത് മോട്ടോറിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 19AA ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഷെഡ്യൂൾ C1X ഒഴികെയുള്ള ഡ്രഗ്സും ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സ് കാറ്റഗറിയിലുള്ള ഡ്രഗ്സും സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. ആ ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 19A ഇനി ഹോൾസെയിൽ വിത്ത് മോട്ടോർ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 19AA ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഡ്രഗ്സിനെ നമ്മൾ 3ആയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഡ്രഗ്സ് അതർ ദാൻ ഷെഡ്യൂൾ C1X, ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സ്, ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ്. ഈ 3 കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. അപ്പൊ ആദ്യത്തെ 2 കാറ്റഗറി മാത്രം നിങ്ങൾ എടുക്കുക. ഡ്രഗ്സ് അതർ ദാൻ ഷെഡ്യൂൾ C1X, ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സ്. C1 ഉള്ളതും എക്സിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഡ്രഗ്സ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഷെഡ്യൂൾ C1 ആണ് കേട്ടോ. അപ്പോ ഈ 2 കാറ്റഗറിയിലുള്ള ഡ്രഗ്സിന്റെ റീറ്റെയിൽ ആണെങ്കിലും ഹോൾസെയിൽ ആണെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 19 ഓക്കെ, ഈ 2 കാറ്റഗറിയിലുള്ള ആദ്യത്തെ 2 കാറ്റഗറിയിലുള്ള ഡ്രഗ്സിന്റെ സെയിലിന് ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 19 ഓക്കെ. ഇനി ഈ റീറ്റെയിലിന്റെ കേസിലും ഹോൾസെയിലിന്റെ കേസിലും മാത്രമാണ് ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ്. റീറ്റെയിലും ഹോൾസെയിലും ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ കേസിൽ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ റീറ്റെയിലും ഹോൾസെയിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 19C ഇനി റീറ്റെയിൽ എടുക്കുക. ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ റീറ്റെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് 20F ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് 20G അത് മനസ്സിലാക്കുക. ഇനി റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു 19A റെസ്ട്രിക്റ്റഡ് ലൈസൻസിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ഡ്രഗ്സിന്റെ കേസിൽ ഡ്രഗ്സ് അതർ ദാൻ ഷെഡ്യൂൾ C1Xന്റെ കേസിൽ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് 20A ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സിന്റെ കേസിൽ 21A ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഹോൾസെയിൽ വിത്ത് മോട്ടോർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ഹോൾസെയിൽ വിത്ത് മോട്ടോറിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് 19AA ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് 20BB 21BB ഡ്രഗ്സ് അതർ ദാൻ ഷെഡ്യൂൾ C1Xന്റെ കേസിൽ 20BB, ഷെഡ്യൂൾ C1 എക്സ്ക്ലൂഡിംഗ് എക്സിന്റെ കേസിൽ 21BB. അപ്പൊ റെസ്ട്രിക്റ്റഡ് ലൈസൻസോ അല്ലെങ്കിൽ ഹോൾസെയിൽ വിത്ത് മോട്ടോർ ലൈസൻസോ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആ ചാപ്റ്ററിനകത്തും നമ്മൾ ഈ ഫോംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. ഇനി ഡ്രഗ് സ്റ്റോർ തുടങ്ങാൻ തീരുമാനിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യണം. അപ്പോ പർച്ചേസിംഗിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പർച്ചേസിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ഏറ്റവും വില കുറഞ്ഞ് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല
നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കൂടെ കഴിയണം. അതാണ് പർച്ചേസിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സോഴ്സിൽ നിന്ന് റൈറ്റ് ക്വാളിറ്റിയിലുള്ള റൈറ്റ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് റൈറ്റ് പ്രൈസിൽ റൈറ്റ് ടൈമിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കണം. അത് റൈറ്റ് പ്ലേസിലോട്ട് ഡെലിവർ ചെയ്യണം. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പർച്ചേസിംഗിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ് സോഴ്സിൽ നിന്ന് റൈറ്റ് ക്വാളിറ്റിയിലുള്ള റൈറ്റ് ക്വാണ്ടിറ്റിയിലുള്ള റൈറ്റ് പ്രൈസിലുള്ള പ്രൊഡക്റ്റ് റൈറ്റ് ടൈമിൽ ഡെലിവർ ചെയ്യണം. റൈറ്റ് പ്ലേസിലോട്ട് ഡെലിവർ ചെയ്യണം. റൈറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഫൈനൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അത് ഡെലിവർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ്. പർച്ചേസിംഗ് പ്രൊസീജിയറിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത്. പർച്ചേസ് റിക്വസിഷൻ, selection of the suppliers, placing the order, receiving and checking of material, checking of invoice or bill, recording of bills in books, releasing the payment to the supplier. അപ്പോൾ 7 സ്റ്റെപ്പാണ് പർച്ചേസ് പ്രൊസീജിയറിന്റെ അണ്ടറിൽ വരുന്നത്. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോർ ലെഡ്ജർ ആരാണോ കീപ്പ് ചെയ്യുന്നത് ആ ഇൻചാർജ് ആണ് പർച്ചേസ് റിക്വസിഷൻ ഫിൽ ചെയ്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സെൻഡ് ചെയ്യേണ്ടത്. പർച്ചേസ് റിക്വസിഷനകത്ത് ഏത് ടൈപ്പ് മെറ്റീരിയൽ, എത്ര ക്വാണ്ടിറ്റി, ഏത് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. പർച്ചേസ് റിക്വസിഷൻ ഫിൽ ചെയ്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ സപ്ലയർ. സപ്ലയറിനെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനായിട്ട് നമുക്ക് ടെൻഡർ കൊടുക്കാം. അതായത് ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സപ്ലയേഴ്സിന്റെ കൊട്ടേഷൻ ലഭിക്കും. അതിനകത്തുനിന്ന് ഏറ്റവും ലോവസ്റ്റ് റേറ്റില് ഗുഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആരാണോ തരുന്നത് ആ ആളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. സപ്ലയറിനെ സെലക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ വാരിയസ് സപ്ലയേഴ്സിന് നമുക്ക് ആവശ്യമായ ഐറ്റത്തിന്റെ ലിസ്റ്റ് അയച്ച് അവരിൽ നിന്ന് ലോവസ്റ്റ് റേറ്റ് കോട്ട് ചെയ്യുന്ന ആളെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ലോവസ്റ്റ് റേറ്റ് കോട്ട് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവിടെ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. റിക്വയർഡ് വോളിയം, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആരാണോ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈമിനകത്ത് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി ഉള്ള അവരുടെ പേയ്മെന്റ് നമ്മളുമായി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സപ്ലയർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ പർച്ചേസ് റിക്വസിഷൻ സ്റ്റോർ ലെഡ്ജർ കീപ്പ് ചെയ്യുന്ന പേഴ്സൺ ഇൻചാർജ് ഫില്ല് ചെയ്തു, അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അയച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്ലയറിനെ സെലക്ട് ചെയ്യാണ്. സപ്ലയറിനെ സെലക്ട് ചെയ്യാനായിട്ട് വാരിയസ് സപ്ലയേഴ്സിന് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് കൊടുത്തു. അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ടെൻഡർ കൊടുക്കുന്നത് വഴി സപ്ലയേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ലഭിക്കുന്ന കൊട്ടേഷൻസിൽ നിന്ന് ലോവസ്റ്റ് റേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ദ ഓർഡർ. അപ്പൊ സപ്ലയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓർഡർ പ്രിപ്പയർ ചെയ്യും. സപ്ലൈ ഓർഡറിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ ഫോം. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഈ ഒരു സപ്ലൈ ഓർഡർ 5 or 6 കോപ്പീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സപ്ലൈ ഓർഡറിനകത്ത് നമുക്ക് വേണ്ട ഐറ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, അതിന്റെ പ്രൈസ് എങ്ങനെയാണ്, മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സപ്ലൈ ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ലീഗൽ ഡോക്യുമെന്റ് 5 or 6 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ 2 കോപ്പി നമ്മൾ സപ്ലയറിന് സെൻഡ് ചെയ്യുന്നുണ്ട്. സപ്ലയർ അതിൽ ഒരു കോപ്പി അയാളെ കൈവശം വെച്ച് മറ്റേ കോപ്പിയിൽ ആള് സൈൻ ചെയ്തതിന് ശേഷം സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ തിരിച്ചയക്കുന്നു. ഒരു കോപ്പി സ്റ്റോർ ഇൻചാർജിനും മറ്റൊരു കോപ്പി അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലോട്ടും ഇനി വരുന്ന ഒരു കോപ്പി പർച്ചേസ് മാനേജർ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 5 കോപ്പി പ്രിപ്പയർ ചെയ്തതിൽ 2 കോപ്പി സപ്ലയറിന് കൊടുത്തു, ഒരു കോപ്പി സ്റ്റോർ ഇൻചാർജിന് കൊടുത്തു, ഒരു കോപ്പി അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലോട്ടും മറ്റൊരു കോപ്പി പർച്ചേസ് മാനേജറുടെ കയ്യിലുമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ പ്ലേസ് ചെയ്യുന്നത് സപ്ലൈ ഓർഡറിലാണ്, സപ്ലൈ ഓർഡർ ഫോമിലാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ ഫോമിലാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. റിസീവിംഗ് ആൻഡ് ചെക്കിംഗ് ഓഫ് മെറ്റീരിയൽ.
അപ്പോ ഓർഡർ കൊടുത്തതനുസരിച്ചുള്ള മെറ്റീരിയൽസ് സപ്ലയേഴ്സ് നമുക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻസ്പെക്ട് ചെയ്യണം. അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അവര് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചലാൻ ഫോം അല്ലെങ്കിൽ ഇൻവോയ്സ്, ബില്ല് ഒക്കെ അതിന്റെ കൂടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് വെച്ച് നമ്മൾ ഗുഡ്സ് കമ്പയർ ചെയ്യണം. ഗുഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, സ്പെസിഫിക്കേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം നമുക്ക് സ്പെസിഫിക്കേഷനിലുള്ള ഗുഡ്സ് അല്ല വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗുഡ്സ് റിജക്ട് ചെയ്യും. അത് ചലാൻ ഫോമില് അല്ലെങ്കിൽ ഇൻവോയ്സിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇന്ന ഡിഫക്റ്റ് ആണുള്ളത്, ഇന്ന ഡെഫിഷ്യൻസി ആണ് ഉള്ളത് എന്ന് ചലാൻ ഫോമില് അല്ലെങ്കിൽ നമ്മൾ ഇൻവോയ്സിൽ അത് റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കിംഗ് ഓഫ് ഇൻവോയ്സ് ഓർ ബിൽ. ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് വന്നത്, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ചെക്ക് ചെയ്തതിന് ശേഷം പേയ്മെന്റ് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പേയ്മെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബില്ല് നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. റിലീസിംഗ് ദ പേയ്മെന്റ് ടു ദ സപ്ലയർ. അപ്പോ സപ്ലൈ ഓർഡറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെക്ഷനിൽ സപ്ലയറിനുള്ള പേയ്മെന്റ് റിലീസ് ചെയ്യും. സ്മോൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. ഇനി മെത്തേഡ് ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ 4 മെത്തേഡാണ് പർച്ചേസിംഗിനകത്ത് വരുന്നത്. ബൈ ഇൻസ്പെക്ഷൻ, അതുപോലെ നമുക്ക് ഡയറക്റ്റ് പോയി നോക്കി ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഒക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തേത് ബൈ സാമ്പിൾ പരിശോധിച്ചതിന് ശേഷമുള്ള പർച്ചേസിംഗ്. മൂന്നാമത്തേത് ബൈ ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ അതിന്റെ ഒരു കാറ്റലോഗ് കണ്ട് അല്ലെങ്കിൽ ബില്ല് നോക്കി അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ബൈ ഡിസ്ക്രിപ്ഷൻ. ബൈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ IP, BP, USP, ISI മാർക്ക് പോലെയുള്ള ഗ്രേഡ് ഒക്കെ നോക്കിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ബൈ ഗ്രേഡ് മെത്തേഡ്. അപ്പോൾ 4 മെത്തേഡ്സ് ആണ് പർച്ചേസിംഗിന്റെ അണ്ടറിൽ വരുന്നത്. ബൈ ഇൻസ്പെക്ഷൻ, ബൈ സാമ്പിൾ, ബൈ ഡിസ്ക്രിപ്ഷൻ, ബൈ ഗ്രേഡ്. നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ഓഫ് സപ്ലയർ. സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആളുടെ ഒരു ബിസിനസ് റെപ്യൂട്ടേഷൻ ഓഫ് ദ സപ്ലയർ ഇൻ ദ മാർക്കറ്റ്, അത് നമ്മൾ നോക്കും. ബിസിനസ് റെപ്യൂട്ടേഷൻ, അതുപോലെ സപ്ലയറിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അയാളുടെ മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റി, അതുപോലെ ഷോർട്ട് പീരിയഡിൽ സപ്ലൈ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ ആ സപ്ലയറിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അയാളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്രെഡിറ്റിനെ കുറിച്ചാണ്, ക്രെഡിറ്റ് ഇൻഫോർമേഷൻസിനെ കുറിച്ചാണ്. നമ്മളൊരു ഡ്രഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് പേ ചെയ്തിട്ട് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 45 ഡേയ്സ് ആണ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗില് മാനുഫാക്ചേഴ്സ് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 45 ഡേയ്സ് ആണ്. ഈ 45 ഡേയ്സിനുള്ളിൽ തന്നെ അവര് ടോട്ടൽ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. 45 ദിവസം ഒരു കാലാവധി അവർക്ക് ലഭിക്കുന്നതാണ്. അതേസമയം ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 21 ഡേയ്സ് ആണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നോടിയായി തന്നെ മാനുഫാക്ചറേഴ്സ് ബയറിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അയാളുടെ അസറ്റ് ലയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെൻഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ടെൻഡേഴ്സിനെ കുറിച്ച്, കോൺട്രാക്റ്റിനെ കുറിച്ച്, സ്റ്റോറേജ് ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, പ്രൈസിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഈ ഒരു ക്രെഡിറ്റ് ഇൻഫോർമേഷനോട് കൂടെ സ്റ്റോപ്പ് ചെയ്യാണ്. തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റു ടോപ്പിക്സ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.